നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മാളവിയെ രക്ഷിച്ചോണ്ട് ആദർശ് പോവാണ്. ആ സമയത്ത് മാളവിക്ക് തന്റെ ആ ഒരു ടെൻഷൻ അങ്ങോട്ട് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് മാളവിയോട് ആദർശ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ജീവൻ ആപത്താന്ന്, എപ്പോഴേത് നിമിഷം വേണോ എന്ത് സംഭവിക്കാന്ന്. അല്ല, ആദർശ് സാർ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേ? എനിക്കറിയായിരുന്നു മാളവിയുടെ ജീവൻ ആപത്താന്ന്. അതുകൊണ്ട് ഞാൻ മാളവികയുടെ പിന്നാലെ തന്നെ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കൃത്യസമയത്ത് എനിക്ക് വേണ്ട ഇൻഫർമേഷൻ ഒക്കെ തരാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്ന ആള് കൃത്യമായിട്ട് മെസ്സേജസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മാളവികയുടെ ജീവൻ ആപത്താന്ന്. അതുകൊണ്ടാണ് ഞാൻ മാളവികയ്ക്ക് ഒരു സെക്യൂരിറ്റി ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞു. മാളവികയ്ക്ക് പിന്നീട് ആദർശനോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നേ. ഞാൻ അയാളെ കണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് മാളവിയോട് ആദർശിച്ച്, ആരെ? അയാളെ, ആ നാഗേന്ദ്രനെ, അയാൾ എന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആദർശന് മനസ്സിലായി താൻ വന്ന സമയത്ത് കൃത്യം മാറിയതാന്ന്. പിന്നീട് മാളവി പറഞ്ഞു, അയാൾ എന്നോടെല്ലാം പറഞ്ഞു. അയാളാണ് കമ്പനിയുടെ AN ജ്വല്ലറിയുടെ ഓണർ. ഈ പറയുന്ന ഡേവിഡ് വെറും ബിനാമിയാന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ എന്നോട് തുറന്നു പറഞ്ഞു ആദർശ് സാറേ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇതാണ് നമുക്ക് അറിയേണ്ടിയിരുന്നേ. അപ്പൊ അബിയുടെ അച്ഛനാണ് അയാള്. പിന്നീട് അബി ചെയ്ത് കൊള്ളരുതായ്മകളൊക്കെ പറയണം. ആദർശ് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവനിട്ടുള്ള ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. മാളവിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ മാളവിയെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമായിരുന്നു. മാളവി പറഞ്ഞു, ഒരു നിമിഷമെങ്കിലും സാറ് വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാനിപ്പം ഭൂമിക്ക് വേറെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഞാൻ ജീവനോടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരിക്കലുമില്ല. മാളവിക ധൈര്യമായിട്ടിരുന്നോ. ഇനിയിപ്പം മാളവിക പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും ഇനിയിപ്പം മാളവിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. മാളവിക്ക് മൂർത്തി ജ്വല്ലറിക്ക് വന്ന് ജോലിയാണ് ചെയ്യാം. അല്ലെങ്കിൽ മാളവിക്ക് അങ്ങോട്ട് തിരികെ പോകാനാ, US തിരികെ പോകാനാ ആഗ്രഹമെങ്കിൽ പറഞ്ഞോ, എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അങ്ങനെ ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറായിട്ടില്ല സാറേ. അങ്ങനെ പേടിച്ചോടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. മൂർത്തി ജ്വല്ലറിയിലേക്ക് വരാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ വേണ്ടതുപോലെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. പിന്നെ മാളവിക്ക് വേറൊന്നും സംഭവിച്ചിട്ടല്ലോ, അഭിയൊന്നും ചെയ്തൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിച്ചു. അബിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അവനെ പോലെ ദുഷ്ടനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എത്ര കിട്ടിയാലും അവൻ പഠിക്കില്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് മാളവിക. ഈ പറയുന്ന അബിക്ക് നാഗേന്ദ്രനുമായിട്ട് അവന്റെ അച്ഛനുമായിട്ട് കണക്ഷൻ ഉണ്ട ബന്ധം ഉണ്ടായിരുന്നോ? അത് ഉറപ്പല്ലേ സാറേ. അവൻ അത് അറിയാവുന്ന കാര്യ. പിന്നെ അവന്തിയുടെ കാര്യം അതും കൂടെ സാറൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കിയോളാം മാളവിയെ. അങ്ങനെ മാളവിയെ സേഫ് ആയിട്ട് മാളവി താമസിക്കുന്നിടത്ത് എത്തിച്ചിട്ടാണ് ആദർശ് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയന അങ്ങോട്ട് ഇറങ്ങി വന്നു. നയന വന്നിട്ട്, എന്താ ആദർശേട്ടാ, എന്താ കാര്യം, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇടയ്ക്ക് ആദർശേട്ടനെ വിളിച്ചപ്പം ആദർശേട്ടൻ തിരക്കില്ല, ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു വെച്ചല്ലോ. അപ്പോഴാണ് ആദർശ് ആ കാര്യങ്ങളൊക്കെ പറയണേ. മാളവിക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ചെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, എന്നാലും അബി ഇത്രയ്ക്ക് ദുഷ്ടനായല്ലോ. അത് മാത്രമല്ല, ഒരു നിമിഷം ആദർശേണൊന്ന് വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളെ മാളവിയെ കൂട്ടിക്കൊണ്ടു വന്നേ. അപ്പൊ അവർക്ക് മനസ്സിലായി ഇനിയിപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന്. അപ്പൊ അവരടങ്ങിയിരിക്കുമോ ആദർശേട്ടാ? ഇനി മാളവികയുടെ ജീവൻ എന്റെ ആപത്ത് സംഭവിക്കുമോ? ഇല്ല, മാളവിക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല. കാരണം മാളവിക്ക് എപ്പോഴും സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. അവിടേക്ക് ചെന്ന് ഒന്നും ചെയ്യാനായിട്ട് അവർക്കാർക്കും ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ എന്താണെങ്കിലും ഈ നാഗേന്ദ്രനൊക്കെ ഒന്ന് പേടിക്കും. അയാളെ എനിക്ക് കൈ കിട്ടിയില്ല, പക്ഷെ ഡേവിഡിന് ഞാൻ നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എന്നാലും സൂക്ഷിക്കണം ആദർശേട്ടാ, കാരണം അവര് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആദർശ് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ വിളിച്ചൊന്ന് കാണണമെന്ന് പറയാണ്. ഈ സമയത്ത് ഡേവിഡ് നാഗേന്ദ്രനെ കാണാൻ ചെന്നു. നാഗേന്ദ്രനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, അവള് രക്ഷപ്പെട്ടു പോയല്ലേന്ന് ചോദിച്ചു. അതെ, കൃത്യസമയത്ത് ആദർശ് അവിടെ എത്തി. എനിക്ക് തോന്നേ മാളവിയയുടെ പിന്നാലെ ശത്രുക്കൾ ഉണ്ടാവുന്ന അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആദർശ്. നമ്മുടെ വിവരങ്ങളൊക്കെ വേറെ ആരെങ്കിലും ചോർത്തി കൊടുക്കുന്നുണ്ടോന്ന് അറിയില്ല. അവൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയത് കണ്ടോ. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, സാറേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവൻ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടെ. ഒരിക്കലും അവന്റെ മുന്നിൽ ഇപ്പൊ എനിക്ക് പിടികൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടെ. പക്ഷെ മാളവിക എല്ലാ കാര്യങ്ങളും അവനോട് പറയൂലോ. ഞാൻ അവളില്ലാതാവുന്നോർത്ത് അവളുടെ മുന്നിൽ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയില്ലേ. അപ്പൊ ഇനി ആദർശ് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, ഇനിയിപ്പൊ സാറ് സൂക്ഷിക്കണം. ആനന്ദമൂർത്തി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാറിനെ കാണാൻ വരും. വരട്ടോടോ, എനിക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല. ഇനി നേർക്ക് നേരെ മുട്ടാം. പക്ഷെ എന്റെ മോളുടെ കാര്യം ഓർത്തിട്ടാ, അവളുടെ കല്യാണം അതൊരു കാരണവശാലും മുടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം
ഡേവിഡ് പറഞ്ഞു, അല്ല ആ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് സാറേ. ഒരു പക്ഷെ അനന്തമൂർത്തി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തിക്ക് സംശയം സാറിന്റെ കാര്യത്തില്. സാരമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഉം. ഇനി ഞാൻ നേരിട്ടിറങ്ങി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. തൽക്കാലത്തേക്ക് ഇങ്ങനെ നിൽക്കാം. പക്ഷെ അവന്റെ കയ്യിലെങ്ങാനും പെട്ടായിരുന്നെങ്കിൽ അവൻ എന്റെ കാരണവും അടിച്ചു പൊട്ടിച്ചാനം. ആ കാര്യത്തില് എനിക്ക് യാതൊരു ഇതില്ലായിരുന്നു. ഈ സമയത്ത് ഡേവിഡ് പറഞ്ഞു, പിന്നെ അബിയുടെ കാര്യം മിക്കവാറും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബീനെ അവിടുന്ന് പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. പുറത്താക്കട്ടോ, അവൻ എന്റെ മകനല്ലേ, അവന് ഞാൻ സേഫ്റ്റി കൊടുത്തോളാം. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അവൻ കാരണം ഈ പ്രശ്നം ഇത്ര വഷളായത്. ആ മാളവിക അവൻ അന്ധമായിട്ട് വിശ്വസിച്ചു. നല്ലായിരുന്നെങ്കിൽ കുറച്ചു മുമ്പേ നമുക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ആദർശ് നന്ദുവിനെ പോയി കാണുന്നുണ്ട്. അപ്പൊ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, ആദർശേട്ടാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്നായിട്ട് നമുക്ക് ആ അബിയെ പിടികൂടണം. അബിയും നാഗേന്ദ്രൻ തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ഒരു പക്ഷേങ്കിൽ ഇതിനകത്ത് വേറെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. അയാൾ എന്ത് പ്രതികാര ബുദ്ധിയോടെ വന്നിരിക്കുന്നു അറിയത്തില്ല. പിന്നെ ഇതിനു മുമ്പുണ്ടായിരിക്കുന്ന ആ ഡ്രൈവർക്കുണ്ടായിരിക്കുന്ന ദുരന്തം അതൊക്കെ ഇയാള് കൊല ചെയ്തായിരിക്കും. ഈ പറയുന്ന നാഗേന്ദ്രൻ അബിയുടെ അച്ഛന്. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് തെളിയിക്കണം ആദർശേട്ടാ. അയാളെ പൂട്ടണം. വെറുതെ ഉള്ള പൂട്ടല്ല, നല്ല രീതിയിൽ തന്നെ പൂട്ടണം. ഈ കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് പിടികൂടിയത് മുതലുള്ള അയാൾക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന പണിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദർശോട്, ഞാൻ അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, നീ മുത്തശ്ശനോടൊന്ന് സംസാരിച്ചു നോക്ക്, അറിയാലോ. ഒരു പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അത് എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. നന്ദു പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് ആദർശേട്ടൻ വിഷമിക്കണ്ട, ഞാൻ മുത്തശ്ശനുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു പോയി മൂർത്തി മുത്തശ്ശനെ കാണുന്നുണ്ട്. കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം നാഗേന്ദ്രനെ കുറിച്ചും. പിന്നീട് അയാളാണ് ഈ പറയുന്ന ഇതിനു മുമ്പുണ്ടായിരുന്ന കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് വന്ന ഡ്രൈവറെ ഇല്ലാതാക്കിയതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. പിന്നീട് മുത്തശ്ശന്റെ സഹായം തേടുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, മോളെ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കോ. എന്ത് വേണമെന്ന് എൻ്റെ എന്ത് സപ്പോർട്ട് വേണേലും നിനക്ക് ഞാൻ തന്നോളാം. ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ ഈ പറയുന്ന നാഗേന്ദ്രന് എവിടെ ഉണ്ടെങ്കിലും അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടണം. എനിക്ക് അയാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇത്രയും നാളും കുടുംബത്തിൽ കയറി കളിച്ചുകൊണ്ടിരുന്ന അയാൾ ആരെ എന്താന്ന് മാത്രം എനിക്ക് അറിയത്തില്ലാത്തതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ അയാളെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ കുറച്ച് നാൾ മുമ്പാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ എനിക്ക് തീർക്കണമെന്ന് പറഞ്ഞു. ശത്രുവായിട്ട് വന്നിട്ട് അവന് കുറെ കാലമായി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദുവിനറിയാം. കുടുംബത്തെ തന്നെ തകർക്കാനായിട്ടാണ് ഈ പറയുന്ന നാഗേന്ദ്രൻ വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, നന്ദു പോവാണ്. മുത്തശ്ശൻ വീട്ടിലേക്ക് വന്ന് മുത്തശ്ശിയോട് നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് അബിക്കും ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അബി ഇത്ര സന്തോഷത്തോടു കൂടിയിട്ട് അവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ കാണിച്ച ഒരാൾ ഒരു കാരണവശാലും ആ കമ്പനി പോവോ? ഇല്ലല്ലോ, ഒരു കാരണവശാലും കമ്പനി പോകത്തില്ല. കമ്പനി ഒരാൾ ജോലിക്ക് എടുക്കത്തില്ല. അപ്പോഴേ നമുക്ക് സംശയം തോന്നിയതല്ലേന്ന് ചോദിച്ചു. അതെ, ഇനി എത്രയും പെട്ടെന്ന് ആദർശിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, നയനമോളുടെ 7ാം മാസത്തെ ചടങ്ങ് ഇവിടെ വെച്ച് വേണം അതിഗംഭീരമായിട്ട് നമുക്ക് നടത്താനായിട്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതിനി അധികം താമസമില്ല. എന്റെ മോൻ മിടുക്കനാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അവന് കാര്യങ്ങളൊക്കെ മുൻകൂർ കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആദർശിന്റെ മനസ്സിലെ ചിന്ത, തനിക്ക് ആ ഇൻഫർമേഷൻ ഒക്കെ തരുന്ന ആരായിരിക്കും? പക്ഷെ ആരാ എന്താണെന്നും അറിയത്തില്ല. അവരാരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം. അവർ തന്റെ ശത്രുവല്ല, മിത്രമാണ്. അപ്പൊ അവരെ ആരാന്ന് വെച്ചാൽ അവരെ ചേർത്ത് പിടിക്കണം എന്നൊരു ചിന്ത ആദർശിന്റെ മനസ്സിലുണ്ട്. കൃത്യസമയത്ത് അവര് വിവരങ്ങൾ തരുന്നോണ്ടാ ഇപ്പൊ മാളവിക ആണെങ്കിലും മാളവികയെ രക്ഷിക്കാനും അതുപോലെ തന്നെ നാഗേന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടാനായിട്ട് സഹായമായത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നന്ദുവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദു ഇന്ന നമ്പറിൽ നിന്നാണ് മെസ്സേജ് വരുന്നത്, അതാരാ എന്താന്നൊക്കെ ഒന്ന് അറിയണമെന്നൊക്കെ നന്ദുവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്ദു അതിന്റെ അന്വേഷണത്തിലായിരുന്നു. ഈ സമയത്ത് അനി ഇതൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കല്യാണം മുടങ്ങും. അവന്തികയുടെ അച്ഛനാണ് ഈ നാഗേന്ദ്രൻ, കുടുംബത്തിന്റെ ശത്രുവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശന് ഈ കല്യാണം നടത്താനായിട്ട് ഒന്നും മടിക്കും. നോക്കാം എന്ത് വേണമെന്ന്. എന്താണെങ്കിലും ഇനി അവന്തികയായിട്ട് ഒരു ബന്ധത്തിനും താൻ തയ്യാറല്ല എന്നനി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് വന്നാലും ശരി, ഇനി അവളുടെ കഴുത്തിൽ താൻ താഴെ എടുത്താൻ പോകുന്നില്ല. ഇനിയിപ്പോ അവന്തിക്കും ഇതിനകത്ത് പങ്കുണ്ടോന്ന് അനിയുടെ മനസ്സിൽ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.